കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചാലക്കുടിയിൽ ഇന്നസെന്റിനെ നിർത്തി വിജയിപ്പിച്ചതിന്റെ ഒരു ധൈര്യവും ആത്മവിശ്വാസവും CPM-നെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇത്തവണ വടക്കാഞ്ചേരി കോൺഗ്രസിന്റെ സിറ്റിംഗ് MLA ഉള്ള ഈ വടക്കാഞ്ചേരിയിൽ കോൺഗ്രസിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ KPC ലളിതയെ പോലെ ഒരു താരമൂല്യമുള്ള ജനങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ഒരു സാംസ്കാരിക കലാപ്രവർത്തകയെ കൊണ്ട് സാധിക്കുമെന്ന് CPM കണക്കുകൂട്ടിയത്. ശ്രീ പിണറായി വിജയൻ തന്നെ അത് പറയുകയുണ്ടായി. കാരണം KPC ലളിത സ്ഥാനാർത്ഥി പട്ടികയിൽ വരുമ്പോൾ അത് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് മികവേകും എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അത്രത്തോളം പ്രതീക്ഷ പാർട്ടിയെ സംബന്ധിച്ച് ശ്രീമതി KPC ലളിതയെക്കുറിച്ച് ഉണ്ടായിരുന്നു. അത്രയും വലിയ പ്രതീക്ഷ താങ്കൾക്കുണ്ടായിരുന്നു ഈ മണ്ഡലത്തിൽ ജയിക്കാൻ കഴിയുമെന്ന്? എനിക്കത് ഇപ്പോഴും ഉണ്ട്, ഇല്ലാഴിക ഒന്നുമില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് അഭിമാനമാണ് തോന്നുന്നത്. എൻ്റെ പാർട്ടി എന്നെ ഇങ്ങനെ തീരുമാനിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് അങ്ങേറ്റത്തെ അഭിമാനമുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ എനിക്ക് ഈ ഒരൊറ്റ കാര്യമുള്ളൂ, എൻ്റെ ആരോഗ്യ പ്രശ്നം. ഇനി ഞാനത് തിരുത്തി പറയണമെന്ന് എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. വടക്കാഞ്ചേരി മണ്ഡലത്തിൽ ഈ പ്രതിഷേധവുമായി വന്ന ആളുകളുണ്ടല്ലോ, അതൊന്നും വലിയ കാര്യമാക്കുന്നില്ല എന്ന് ലളിത ചേച്ചി പറഞ്ഞല്ലോ. അതൊക്കെ നിസ്സാരമായും തള്ളിക്കളയാവുന്നതാണ്. പക്ഷേ ആ പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടത് വടക്കാഞ്ചേരിയുടെ മനസ്സറിയുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകണം എന്നാണ്. അവർ സേവ്യർ ചിറ്റിലപ്പള്ളി എന്ന ഒരു വ്യക്തിയുടെ പേര് എടുത്തു കാണിക്കുകയും ചെയ്തു. ചേച്ചിക്ക് അറിയുമോ സേവ്യർ ചിറ്റിലപ്പള്ളി? പിന്നെ എൻ്റെ ഏറ്റവും വലിയ അടുത്ത സുഹൃത്താണ്. ഇവിടെ വരാറുണ്ട്. ഇവിടെ എന്താ ഒരു സംഭവം ഉണ്ടെങ്കിലും എന്നെ വിളിക്കുകയും പറയുകയും ഞാൻ സേവ്യറും AC മൊയ്തീനും സഖാവ് AC മൊയ്തീനും എന്നെ എല്ലാ കാര്യത്തിനും വിളിക്കാറുണ്ട്. എനിക്ക് വടക്കാഞ്ചേരിയുടെ മരുമകൾ എന്ന് പേരിട്ടത് തന്നെ സഖാവ് AC മൊയ്തീനാണ്. എനിക്കത് മറക്കാൻ പറ്റുമോ? ഏതായാലും ലളിത ചേച്ചി പിന്മാറി. സേവ്യർ ചിറ്റിലപ്പള്ളി പലതവണ അദ്ദേഹത്തിന്റെ പേരുകൾ പരാമർശിക്കപ്പെട്ടെന്നാണ് ഇതിന് മുൻപുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം. പക്ഷെ അദ്ദേഹത്തിന് അവസരങ്ങൾ ലഭിച്ചില്ല. സേവ്യർ ചിറ്റിലപ്പള്ളി ആയിരിക്കും ഇപ്പോൾ ചേച്ചി പിന്മാറിയ സാഹചര്യത്തിൽ നല്ല സ്ഥാനാർത്ഥി എന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് പിന്നെ ഒരു വ്യക്തിയെ പറ്റി അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം സേവ്യർ ചിറ്റിലപ്പള്ളി ഭയങ്കര നല്ല മനുഷ്യനാണ്. ഇവിടുത്തെ കലാപ്രേമിയാണ്. അദ്ദേഹം നല്ല ഒരു കലാപ്രേമിയാണ്. ഇവിടെ എന്ത് ഫെസ്റ്റിവൽ നടന്നാലും അതെ, ഭരതൻ നൈറ്റ് നടന്നാലും അതെ, എല്ലാ കാര്യത്തിനും മുൻകൈ എടുത്ത് ഇവിടെ വന്ന് എന്നോട് ആലോചിക്കുന്ന ആളാണ് ചിറ്റിലപ്പള്ളി. എല്ലാം ചെയ്യുന്ന ആളാണ് അദ്ദേഹം. നിൽക്കുവാണെന്ന് വരിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആര് നിൽക്കുവാണെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ വരാം പ്രവർത്തനത്തിന്. ഇനി ഞാനിവിടെ ഉള്ള ദിവസം എനിക്കിപ്പോൾ അവരുടെ കൂടെ പോവുകയാണെങ്കിൽ എനിക്ക് വയ്യ, എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ട് വിട്ടേക്ക്, കുറച്ച് കഴിഞ്ഞിട്ട് വരാം, അല്ലെങ്കിൽ നാളെ വരാം എന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അപ്പം അതിനും കൂടി ഞാൻ തയ്യാറായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രതിഷേധം ഉയർന്നപ്പോൾ ചേച്ചി ഇവിടെ പ്രതിഷേധത്തെ പറ്റി പറയല്ലേ ഗോപികൃഷ്ണൻ? എനിക്ക് അതിനകത്ത് ഇതിൽ എന്ത് പ്രതിഷേധമാണ്? നമ്മുടെ വീട്ടിലാണ് പ്രതിഷേധം ഉയർത്തിയത് നോക്കിയോ? എനിക്ക് അതൊന്നും എന്തിനാ നോക്കുന്നത്? നാട്ടുകാരാണോ അതോ പാർട്ടിക്കാരാണോ അറിയണം. അത് പാർട്ടിക്കാർ നോക്കിക്കൊള്ളുന്നു. ഞാൻ എന്തിനാ അതിന്റെ പുറകെ പോകുന്നത്? അത് പാർട്ടിക്കാരല്ലേ നോക്കേണ്ടത്. നമ്മൾ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. എന്നാലും സ്വാഭാവികമായിട്ട് നമ്മുടെ പേര് പറയുമ്പോൾ നമുക്കെതിരെ ആരാണ് ഇവിടെ? അതൊക്കെ അങ്ങനെ നമ്മളിപ്പോ സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമ്മുടെ പേര് പറയാറില്ലേ? അങ്ങനെയൊക്കെ അതൊക്കെ ഒരുപാട് കേട്ട് തഴമ്പിച്ചതാ. അപ്പോൾ പാർട്ടി ഇത്രയും താല്പര്യം ലളിത ചേച്ചിയോട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കാണിച്ചു. പക്ഷേ അതിനനുസരിച്ചിട്ട് ലളിത ചേച്ചിയുടെ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് അതെന്തായാലും നടപ്പാക്കാൻ സാധിച്ചില്ല. ഇത് ഇനി സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരു വിവാദം ഉണ്ടാകുന്നതിൽ ചർച്ചയുണ്ടാകുന്നത് സിനിമാ രംഗത്തുള്ളവർ രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നതിൽ തെറ്റുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. കാരണം ഇതിനു മുൻപ് പ്രേംനസീർ ഉൾപ്പെടെയുള്ളവർ മത്സര രംഗത്ത് വന്ന് തോറ്റുപോയ ഒരു ചരിത്രം കേരളത്തിനുണ്ട്. ഇത്തവണ ജഗദീഷ് മത്സരരംഗത്തേക്ക് വരുന്നു, സിദ്ദിഖ് മത്സരരംഗത്ത് ഉണ്ടാകുമെന്ന് അറിയുന്നു, മുകേഷിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്, ഏതാണ്ട് ഉറപ്പായി തന്നെ. അങ്ങനെ ക്രിക്കറ്റ് താരം ശ്രീശാന്ത് വരുന്നു. ഇങ്ങനെ പുറത്തുള്ള, അതായത് രാഷ്ട്രീയ ബാഹ്യമായ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ചവർ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നതിന് എന്തിനാണ് ഇത്ര വലിയ പ്രതിഷേധം? അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? പ്രതിഷേധം വേണ്ടാന്നാണ്, അതിന്റെ ആവശ്യമില്ല. വെറും ചായം വിതേച്ച് നടക്കുന്നവർ, ആക്ഷൻ കട്ട് പറയുന്നവർ മാത്രമല്ല സിനിമാ താരങ്ങളെന്ന് എല്ലാവരും മനസ്സിലാക്കണം. ജഗദീഷൊക്കെ നല്ല വിവരമുള്ള പിള്ളേരെ അറിയാവോ? മുകേഷ് എന്താ? മുകേഷ് കൊച്ചിലെ എന്നെക്കാളും ഞാൻ വളർന്ന മാതിരി തന്നെ KPSCയും പാർട്ടിയും ഉണ്ടായ കാലം തൊട്ടുള്ള മുകേഷിന്റെ അമ്മയും അച്ഛനെയും വരെ പാർട്ടിയാണ് കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്. അവിടെ തൊട്ട് ഇങ്ങോട്ട് എടുക്ക്. എന്താ പാർട്ടിയെ പറ്റി ഒന്നും അറിയാതെ? അങ്ങയുടെ രക്തം മുഴുവനും പാർട്ടിയാണ്. ജഗദീഷിന് എന്താ ഒന്നും അറിയാത്ത ആളാണോ? ശ്രീശാന്തിന്റെ കാര്യം പിന്നെ എനിക്ക് പറയാൻ പറ്റില്ല, എനിക്കറിയില്ല. ഇവരെയൊക്കെ എനിക്ക് അറിയാവുന്ന ആൾക്കാരാണ്. അപ്പൊ എന്തിനാണ് പിന്നെ അതിനകത്ത് നമ്മൾ വെറുതെ അയ്യോ അവര് ചായം തേച്ച ആൾക്കാരാണ്, അവര് സിനിമയ്ക്കോ അല്ല രാഷ്ട്രീയത്തിന് കൊള്ളൂല? ആരാ തീരുമാനിക്കുന്നത് ഇത്?
അതായത് എന്തുകൊണ്ടാണ് ഈ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നതെന്ന് ലളിത ചേച്ചി ആലോചിച്ചിട്ടുണ്ട്. ഞാൻ പറയാം. അതായത് പാർട്ടിയുടെ താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വരുന്നവർ, ജനങ്ങൾക്കിടയിൽ അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയവർ, അങ്ങനെ പടിപടിയായി പാർട്ടിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഉയർന്നു വന്ന് ഏറ്റവും ഒടുവിൽ അവർ ജനസേവകർ അല്ലെങ്കിൽ ജനപ്രതിനിധികളായി എത്തുന്ന ഓരോരോ ഘട്ടങ്ങളുണ്ട്. അതില്ലാതെ പദവികൾ എത്തുന്ന സമയത്ത്, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പോ മത്സര രംഗത്തേക്ക് വരുമ്പോൾ പുറത്തുനിന്ന് മറ്റ് മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ പെട്ടെന്ന് ഇവിടെ കൊണ്ടു നിറക്കുമ്പോൾ അവർ പറയും ഇവർ നൂലിൽ കെട്ടിയ സ്ഥാനാർത്ഥികളാണ്, കെട്ടിയിറക്കിയവരാണെന്ന്. അങ്ങനെ പറയുന്നത്, അങ്ങനെയാണ് അവർ പറയുന്നത്. 1-2 പേര് പറഞ്ഞോട്ടെ. നമ്മളെല്ലാത്തിനും 1000 കുടത്തിന്റെ വായ നമുക്ക് മൂടിക്കെട്ടാം. ഒരു മനുഷ്യന്റെ വായ നമുക്ക് കെട്ടാൻ പറ്റില്ല. പറയുന്നവർ പറഞ്ഞോട്ടെ, നമ്മൾ ചെവി കൊടുക്കാതിരുന്നാൽ മതി. ഇതിനൊക്കെ പ്രതികരിക്കാനും ഇത് നിങ്ങൾ ഈ ചോദിക്കുന്ന പോലെ തന്നെ ഒന്ന് പ്രതികരിക്കൂ. എന്തോന്ന് പ്രതികരിക്കാൻ? എന്തെങ്കിലും ഒരു മനുഷ്യൻ അവിടെ ചാവാൻ കിടന്നാൽ ഉടനെ ഒരു ചാനൽ അപ്പം വരും, ആണ്ട അങ്ങേര് ചാവാൻ കിടക്കുന്നു, ഒന്ന് പ്രതികരിക്കൂ. 4 ദിവസം കിടത്തി നമ്മുടെ മാളച്ചേട്ടനെ, ചത്തില്ല, പ്രതികരിക്കൂ. അപ്പോൾ നമ്മൾ പ്രതികരിക്കുന്നത് മാത്രം മിച്ചമാവും ഇല്ലേ? അതാണ് അങ്ങനെ. അത് വേണ്ട, അത് നിർത്തുക ആദ്യം. നിങ്ങൾ കുഴപ്പങ്ങളെല്ലാം മാധ്യമങ്ങളാണോ? അല്ലല്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ല. അങ്ങനെ എഴുതാപ്പുറം വായിക്കരുത്. ഇതേ പറഞ്ഞുള്ളൂ. പ്രതികരിക്കൂ. എന്ത് പ്രതികരിക്കാൻ? അപ്പോൾ ഈ പ്രതികരിക്കാൻ പറയുന്നതിന് മുമ്പ് നമ്മളൊന്ന് ആലോചിക്കണം, അവർക്ക് ഇതിന് ഉള്ള അർഹതയുണ്ട്, അതുകൊണ്ടാണ് അവർ നിൽക്കുന്നത്. ജയലളിത ഇരിക്കുന്നത് എന്താ? ആരാ ഒന്നും പ്രതികരിക്കാത്ത? അവർ സിനിമയിൽ കൂടെ വന്ന സ്ത്രീയല്ലേ? MGR ഉണ്ടായിരുന്നു, എന്താ ഒന്നും പ്രതികരിക്കാത്ത? അവിടെ ആരും മിണ്ടത്തില്ല. ഇവിടെ നമ്മളെയൊക്കെ ഇട്ട് ഇങ്ങനെ പിന്നെ കെട്ടി അടിക്കുന്ന മാതിരി നമ്മുടെ അടുക്കലൊക്കെ പറ്റും. അതുകൊണ്ടാണ് അവിടെ ഒന്നും ചെന്നൊന്നും ആർക്കും ഒന്നും മിണ്ട. അമ്മ എന്നുള്ള ബോർഡ് അല്ലാതെ കണ്ട് വേറെ ബോർഡ് അവിടെ കാണാൻ പറ്റത്തില്ല. എന്താ ആരും ഒന്നും മിണ്ടാത്ത? എന്താ കേരളത്തിൽ അങ്ങനെ വേണോ? വേണം. 1964 പഴയ കാലത്തിലേക്ക് നമുക്ക് പോകാം. 1964 അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളരുമ്പോൾ KPC എന്ന സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു ലളിത ചേച്ചി. അന്ന് നിങ്ങൾ ഉത്തരേന്ത്യയിൽ ഒരു നാടകം അവതരിപ്പിക്കാൻ പോയി വരുമ്പോഴാണല്ലോ ഈ വാർത്ത കേൾക്കുന്നത്. പിന്നീട് പോകുന്ന വഴിക്ക് പിന്നീട് CPIക്കൊപ്പം ചേരാം എന്ന ഒരു തീരുമാനം ലളിത ചേച്ചി എന്തുകൊണ്ടാണ് എടുത്തത്? അന്ന് KPSC വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയായിരുന്നു. അന്ന് C അച്യുതമേനോൻ, NA ബൽറാം, പിന്നെ PKV, M ഗോവിന്ദൻ നായർ, ഇവരെല്ലാവരും, MN ചേട്ടൻ, ഇവരെല്ലാവരും വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ. നമുക്ക് പറഞ്ഞു തരുന്നതും നമ്മൾ കേൾക്കുന്നതും എല്ലാം ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനകത്ത് തന്നെ 2 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. നമുക്കത് അവിടം വരെ ഒന്നും ചിന്തിക്കാനുള്ള പ്രായമായിട്ടില്ല. എനിക്കത് അറിയില്ല. എനിക്ക് ആകെ അറിയുന്നത് ചുമന്ന നിറങ്ങണ്ട കമ്മ്യൂണിസം, ഇത് മാത്രമേ നമുക്ക് അന്ന് അറിയത്തുള്ളൂ.